ജ്യോതിഷത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഗ്രഹങ്ങളിലൊന്നാണ് ബുധൻ. വേദജ്യോതിഷത്തിൽ ബുധൻ ദൈവങ്ങളുടെ ദൂതനാണ്. ഇത് മിഥുനം, കന്നി എന്നീ രാശികളുടെ നാഥനുമാണ്. സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം കൂടിയാണ് ബുധൻ. കൂടാതെ ബുധനെ ഇന്ത്യൻ പാരമ്പര്യത്തിൽ ബുദ്ധൻ എന്ന് വിളിക്കുന്നു, അതായത് ജ്ഞാനം. അങ്ങനെ ബുധൻ ഒരു വ്യക്തിയുടെ ബുദ്ധി, നർമ്മം എന്നിവയെ പ്രതിനിധീകരിക്കുന്നതായി വിശ്വസിക്കുന്നു. ബുധൻ ഒരു ഗുണകരമായ ഗ്രഹമായി കാണുന്നു, എന്നാൽ ചില സാഹചര്യങ്ങളിൽ അത് ദോഷകരമായി മാറാനും സാധ്യതയുണ്ട്. ശക്തമായ ബുധന്റെ കൂടെ ജനിക്കുന്ന ആളുകൾക്ക് മൂർച്ചയുള്ള ചിന്താശേഷി ഉണ്ടായിരിക്കും, പക്ഷെ അവർ ഉത്കണ്ഠയും അനിശ്ചിതത്വവും പ്രകടിപ്പിക്കുന്നവരായിരിക്കും. 2024 തുടക്കത്തിൽ ബുധൻ മീനരാശിയിൽ സഞ്ചരിക്കും. ഇതുമൂലം നീചഭംഗ രാജയോഗവും മഹാധന രാജയോഗവും രൂപപ്പെടുമെന്ന് പറയുന്നു. ഇത് ചില രാശിക്കാർക്ക് വലിയ ഭാഗ്യനേട്ടങ്ങളാണ് സമ്മാനിക്കാൻ പോകുന്നത്. ഇതിലൂടെ ചില രാശിക്കാർക്ക് പെട്ടെന്നുള്ള സാമ്പത്തിക നേട്ടത്തിനും പുരോഗതിക്കും സാധ്യതയുണ്ടെന്നാണ് വിശ്വാസം. ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ 2 രാജയോഗങ്ങൾ എന്ന് നമുക്ക് നോക്കാം. മീനം രാശിയിലേക്കുള്ള ബുധന്റെ വരവ് മിഥുനം രാശിക്കാർക്ക് ഗുണകരമാകും. ഇതുമൂലം രൂപപ്പെടുന്ന മഹാധന രാജയോഗവും നീചഭംഗ രാജയോഗവും ഈ രാശിക്കാർക്ക് പ്രയോജനകരമായിരിക്കും. മിഥുനം രാശിയുടെ അധിപനാണ് ബുധൻ. ബുധൻ ഈ രാശിയിലൂടെ കർമ്മഭവനത്തിലേക്ക് നീങ്ങുന്നതിനാൽ കരിയറിൽ വലിയ നേട്ടം കൊയ്യാനാകും. ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും സാധ്യതയുണ്ട്. ഇക്കാലയളവിൽ ഈ രാശിക്കാരുടെ സാമ്പത്തിക സ്ഥിതി ഇരട്ടിക്കും. പല വഴിയിലൂടെ പണം കയ്യിലെത്തുകയും ചെയ്യും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ ലാഭം കൊയ്യാനാകും. തൊഴിൽ രഹിതരായവർക്ക് പുതിയ ജോലിക്കുള്ള ഓഫറുകൾ പ്രതീക്ഷിക്കാം. കുടുംബാംഗങ്ങളുടെ ആരോഗ്യം സ്ഥിരമായിരിക്കും. ബുധന്റെ മീനം രാശിയിലെ സംക്രമണം കർക്കടകൻ രാശിക്കാർക്ക് ശുഭകരമായ ഫലങ്ങൾ നൽകും. മഹാധന രാജയോഗത്തിന്റെയും നീചഭംഗ രാജയോഗത്തിന്റെയും രൂപീകരണം വലിയ നേട്ടങ്ങൾ സമ്മാനിക്കും. ഈ സമയത്ത് നിങ്ങൾക്ക് ഭാഗ്യത്തിന്റെ പിന്തുണ ലഭിച്ചേക്കാം. ലോട്ടറി പോലുള്ള ഭാഗ്യപരീക്ഷണങ്ങളിൽ ഏർപ്പെടുന്നത് ഗുണം ചെയ്യും. ജോലിക്കും ബിസിനസിനുമായി ദീർഘയാത്ര ചെയ്യേണ്ടി വരും. ബുധന്റെ മീനം രാശിയിലെ സംക്രമണം ഇടവൻ രാശിക്കാർക്ക് അനുകൂലമായിരിക്കും. മഹാധന രാജയോഗവും നീചഭംഗ രാജയോഗവും ഈ രാശിക്കാരിൽ സ്വാധീനം ചെലുത്തും. വരുമാനത്തിൽ വലിയ വർധനവുണ്ടാകും. കൂടാതെ ഇക്കാലയളവിൽ നിങ്ങളുടെ പങ്കാളിയുമായുള്ള നിങ്ങളുടെ ബന്ധം കൂടുതൽ ശക്തമാകും. ദമ്പതികൾക്ക് സന്താന ഭാഗ്യം കൈവരും. മുൻകാല നിക്ഷേപങ്ങളിൽ നിന്ന് വരുമാനം ലഭിക്കും.